ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടുവിശേഷങ്ങളൊക്കെ തന്നെയാണ് വീഡിയോയിൽ. നമ്മൾ രാവിലെ മുറ്റത്താണ് ഇന്ന് ചോറ് വെച്ചത് കേട്ടോ. വേണം വേണ്ട എന്നൊക്കെ രീതിയിലാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നത് കേട്ടോ. രാവിലെ ആൾ പോയി പാലൊക്കെ കൊണ്ടുവന്നു. ഇനി പോകെ നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം. പതപ്പിച്ച് രാവിലെ ഒരു ചായ കുടിക്കല്ലേ? കുടിക്കാമെന്നേ. ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചോറൊക്കെ വെന്ത് കേട്ടോ. മോനെ സ്കൂളിൽ വിട്ടു. അവനുള്ളതൊക്കെ ആക്കി കൊടുത്തിട്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് എന്താ ഇച്ചിരി എന്തെങ്കിലും കറികളൊക്കെ പോരെ. പുട്ടൊക്കെ ആയിക്കഴിഞ്ഞു. എല്ലാവരും കാപ്പി കുടിച്ചു. പിന്നെ നമ്മളെന്താ പരിപാടി, നമുക്കിന്ന് 2-3 മുരിങ്ങക്കായ കിട്ടി. ഞാൻ രാവിലെ കിട്ടുന്നതിന് മുന്നേ വിചാരിച്ചു നമുക്കിന്ന് അവിയൽ വയ്ക്കാമെന്ന് കേട്ടോ. അപ്പോഴിങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ അപ്പുറത്തെ അമ്മാമ്മ ഒരു 3 മുരിങ്ങയ്ക്ക കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് മുരിങ്ങയ്ക്ക അവിയൽ വെക്കുക കേട്ടോ. ഇതെല്ലാം ഞാൻ അരച്ചും വെച്ചു. നമ്മുടെ പച്ചക്കറിയെല്ലാം വെന്ത് ഇന്ന് സാമ്പാറാണ്. സാമ്പാറും വെക്കാനേ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വേവിക്കുവാണേ. ഇവിടെ നമുക്ക് കിട്ടുന്ന എളുപ്പം വേവുന്ന തോമരയാണ് കേട്ടോ. ഒന്ന് ശൂന്നായാൽ മതി കേട്ടോ. എളുപ്പം വെന്ത് കിട്ടും. പിന്നെന്താണ്, അവിയലിനെ അരച്ചൊക്കെ വെച്ച് കേട്ടോ. നമ്മൾ അരച്ച് വെച്ചു. പിന്നെ നമുക്ക് മീൻ കിട്ടിയതെന്ന് വെച്ചാൽ, ഈ മീനിൻ്റെ പേര് ഇപ്പോൾ മോള് ചോദിച്ചപ്പോൾ ഞാൻ മറന്നു. ഇതെന്ത് സംഭവത്തിൻ്റെ പേര് അന്നേരം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ മീന ഇത് എന്തോ ഒരു മത്തിയത്. ഈ മീനിൻ്റെ പേരെന്തോ എനിക്കറിയത്തില്ല. മത്തിയുടെ മറന്നുപോയി, അങ്ങ് കൊച്ചു ചോദിച്ചതോ. തോടിമത്തി അല്ലല്ലേ, അത് ഇച്ചിരി കൂടെ വീതിയൊക്കെ ഒത്തിരി ഈ സംഭവം ഉണ്ട്. എന്തോ എൻ്റെ പേര്, സംഭവത്തിൻ്റെ പേരെന്താ, ഈ ചെതുമ്പൽ. ഇത് എന്തോന്നോ മറന്നുപോയി. എന്തായാലും ഈ മത്തിയാണ്. അത് നമുക്ക് മാങ്ങ ഇട്ട് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. തോരൻ മാതിരി എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ അവിയലിനെ അരപ്പിട്ട് കൊടുക്കാം. ഇച്ചിരി ചേന ഞാൻ ഇതിനകത്ത് ഇട്ടായിരുന്നേ. അതുകൊണ്ടേ ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ചേന വെന്തോന്ന് അറിയത്തില്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ഈ ചേനയല്ലേ, വേവോന്ന് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി കഴിഞ്ഞ് ഉപ്പൊക്കെ ഇടുന്നുള്ളൂ ഞാൻ കേട്ടോ. ചില വേവത്തില്ല ചേന. നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ അരപ്പും കൂടെ ഒന്ന് വേവേണ്ടേ, ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഞാൻ ഇതിനകത്ത് കുറച്ച് മാങ്ങ ഇട്ടിരുന്നു കേട്ടോ. ഇന്ന് കുറച്ച് മാങ്ങ ഇട്ടു. എല്ലാവരും എന്നോട് ചോദിക്കും, ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് അവിയൽ വെക്കുന്നത്. ചിലർ തൈര് ചേർക്കും, ചിലർ മാങ്ങ ചേർക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ തൈരൊക്കെ ചേർക്കാറുണ്ട് അവിയലിന് കേട്ടോ. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിലും നമ്മൾ അവിയൽ വയ്ക്കും, ഉണ്ടെങ്കിലും വെക്കും കേട്ടോ. ഈ അരപ്പൊക്കെ വേവട്ടെ. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള പാചകങ്ങളാണ്, വെറൈറ്റി പാചകങ്ങളാണ്. ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. ഓരോ വീടുകളിലെ വിശേഷങ്ങൾ അറിയുന്നു. ഇങ്ങനെ ഓരോന്നൊക്കെ വെക്കുന്നത്, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത് മാതിരി എല്ലാ കറികളും ഒക്കെ വെക്കുന്നത് അതും എനിക്കിഷ്ടമാണ്. പിന്നെ ഓരോ റെസിപ്പികൾ കാണുന്നത് അതും നമുക്കിഷ്ടം തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പാചകങ്ങളും ഓരോ വീടുകളിലെ വിശേഷങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ കേട്ടോ. അരപ്പൊക്കെ ഒന്ന് വേവട്ടെ. ഉപ്പ് പിന്നെ ചേർക്കാം. സാമ്പാർ ഓടത്തുള്ളതല്ല. നമ്മൾ ഇത്തിരി നേരമായി നമ്മുടെ അവിയലൊന്ന് മൂടി വെച്ചിട്ടെ. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ശകലം ഉപ്പിട്ട് കൊടുക്കാം. വേവായി കാണും. ഞാൻ ചെറുതായിട്ടാണ് നമ്മുടെ ഉപ്പിൻ ഭരണി ഞാൻ തുറന്നോട്ടെ. പിന്നെ നമ്മുടെ ആ ചേന ഞാൻ ചെറുതായിട്ട് വേവത്തില്ലായിരിക്കും എന്ന് വിചാരിച്ച് ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കും.
ആവശ്യത്തിന് ഉപ്പ്. അവിയലിനകത്ത് നെയ്യൊക്കെ ചേർത്ത് നല്ല സൂപ്പറാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ എന്തായിട്ടെ ചേമ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചേമ്പ്, കായ്, മുരിങ്ങയ്ക്ക, പിന്നെ കുറച്ച് പച്ചക്കറി കേട്ടോ. കുറച്ച് പച്ചക്കറി ഇട്ട അവിയലാണ് നമ്മൾ. എല്ലാം ഫുള്ളേ പച്ചക്കറി ആണെങ്കിലുണ്ടല്ലോ ഒരു രസമില്ല. അപ്പോഴിവിടെ വഴക്കുറയും, ഈ പെണ്ണിന് എന്നാണ്ട് ഇങ്ങനെ അറിയാം, ഈ പെണ്ണിന് അവിയൽ വെക്കാൻ അറിയത്തില്ലെന്ന് പറയും കേട്ടോ. അത് ഈ സ്നേഹം കൂടുമ്പോഴാണ് ഞങ്ങൾ ചെറുക്കാ പെണ്ണേന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ. ഞാനാണേലും തിരിച്ച് ആരും കേൾക്കാതെ ചെറുക്കാന്നൊക്കെ വിളിക്കും നമ്മൾ. എന്നെ തിരിച്ചും പെണ്ണേന്നും വിളിക്കും. എനിക്കതൊക്കെ ഇഷ്ടമാണേ. പിന്നെ നമ്മൾ വേറെ ചെന്ന് ആരെയാണ് വിളിക്കുന്നതല്ലേ. അതൊക്കെ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ നമ്മൾ വിളിക്കുന്നതാണ്. അപ്പോഴതേ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ അങ്ങ് അടച്ച് വയ്ക്കാം. കറിവേപ്പിലയൊക്കെ ഇട്ട് കേട്ടോ. നമുക്ക് അടച്ച് വയ്ക്കാം. നമ്മുടെ സാമ്പാർ ഒന്ന് പതിയെ ഇത് വെളിയിലോട്ട് ചാടും കേട്ടോ. അതിനെ ഈ തവി ഇട്ടേക്കുന്നത്. കായ വിട്ടില്ല, പിന്നെ ഇടാമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ലല്ലോ. അതായത് നമ്മുടെ തൊമര ഉണ്ടോ വെന്തെൻ്റെ എളുപ്പം വേവുന്ന തൊമരയാണ്. മീൻ കഴുകാം. മീനൊക്കെ കഴുകാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയൊന്നും കുഴപ്പമില്ല. ഇത്തിരി നേരം വെള്ളത്തിലിട്ടാണ്ടല്ലോ ഇതിൻ്റെ ഈ ചെതുമ്പലങ്ങ് പോവും. കരിച്ചാളവത്തി, ഞാൻ പേര് ഓർത്ത് കേട്ടോ. കരിച്ചാളമത്തി ഇപ്പോഴെ കഴുകാൻ വന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, കരിച്ചാളമത്തി. അപ്പോഴേ ഞാനിങ്ങനെ ചിലർ ഈ കമൻറ്റിനകത്തൊക്കെ ഉണ്ടല്ലോ, നമുക്കങ്ങ് കണ്ടിച്ചങ്ങിടാം, പിന്നെ വേറെ കണ്ടിക്കണ്ടല്ലോ. ചിലരുടെയൊക്കെ കമൻറ്റിനകത്ത് ഞാനിങ്ങനെ കാണും, ഈ ഉപ്പിട്ട് എന്തോത്തിനാണ് മീൻ കഴുകുന്നതെന്ന്. ഉപ്പിട്ട് കഴുകുന്നത് എന്തിനാണെന്ന് അറിയാമോ? മീനകത്തൊക്കെ അഴുക്കുണ്ട് കേട്ടോ. അതൊക്കെ ഇട്ട് തേച്ച് കഴിയാനാണ് നമ്മൾ. എനിക്കന്നേരം അങ്ങ് ചിരിയും വരും. ആരോട് പറയാലോ, ഞാൻ തന്നെ ഇരുന്നങ്ങ് ചിരിക്കും. ഇത് ഏത് കൊച്ചായി, അറിയാൻ വയ്യാത്ത കൊച്ചാണോ ഇത് ചോദിച്ചത് കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് മീനൊക്കെ കഴുകണം കേട്ടോ. നമ്മൾ വിചാരിക്കും ഇതിനകത്തൊന്നും അഴുക്കില്ലെന്ന്. ഇഷ്ടമാതിരി അഴുക്കുണ്ട് കേട്ടോ. ഇപ്പോഴും ഈ മൂന്നായിട്ടൊക്കെ കണ്ടിക്കുമ്പോൾ എന്നോട് ചോദിക്കും, നിൻ്റെ വിരൽ മുറിഞ്ഞില്ലയോ എന്ന് വെച്ചാലുണ്ടല്ലോ, ചെറിയ കഷ്ണം ആക്കുന്നതിന് അങ്ങനെയും ചോദിക്കാറുണ്ട്, നിൻ്റെ വിരലൊന്നും മുറിഞ്ഞു പോയില്ലയോ. ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കുന്നത് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കട്ടെന്ന് വിചാരിച്ചേട്ടോ. അപ്പോഴാണ്ടേ ഞാൻ ഉപ്പുമല്ല, നമ്മളിങ്ങനെ ഓരോ പാക്കറ്റ് ഇങ്ങനെ വാങ്ങിച്ച് വെച്ചേക്കും മീൻ കഴുകാനായിട്ടേ. ഇതില്ലെങ്കിൽ നമ്മൾ മറ്റേ ഉപ്പ് പൊടി വാങ്ങിക്കും കേട്ടോ. എല്ലാവരും ഇങ്ങനെ മീൻ കഴുകുന്ന, അല്ലെങ്കിൽ പിന്നെ വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകണം കേട്ടോ. വിശ്വസിക്കാനൊക്കത്തില്ല നമുക്ക് ഇപ്പോഴത്തെ മീനൊന്നും. ഇത് ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു, വേണമെങ്കിൽ 2 എണ്ണം എടുത്ത് വറക്കാം നമുക്കല്ലേ. ഇന്നലെയൊക്കെ നിങ്ങളുടെ അവിടെയൊക്കെ കാറ്റുണ്ടായിരുന്നു. അതേ ഞാൻ പാത്രം കഴുകുന്നിടത്തെല്ലാം എൻ്റെ ചെടി കെട്ടി തൂക്കിയിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെടിയാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഇവിടെ നിന്നാ പാത്രം കഴുകുന്നതും മീൻ കണ്ടിക്കുന്നതും. എന്നിട്ട് വെള്ളം ഒഴിക്കാത്തതിന് എന്നോട് പറയേ, അമ്മ ഇതിൻ്റെ അടുത്ത് നിന്നല്ലയോ മീൻ കഴുകുന്നതും പിന്നെ പാത്രം കഴുകുന്നതും. എന്നിട്ട് അമ്മയ്ക്ക് ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിക്കാൻ വയ്യായോ. സത്യം പറഞ്ഞാൽ ഞാനങ്ങ് മറന്നു പോകും കേട്ടോ. ഇവിടെ എല്ലാം ചെടി ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ട്. കുട്ടി ഇല്ല, ഭിത്തിയിലോട്ടൊന്ന് ഷൂട്ട് ചെയ്തേ. അമ്മയെ വരച്ചതാ ഇവിടുത്തെ മോനെ. പക്ഷെ മൂക്കുത്തി ഇല്ല, പൊട്ടുണ്ട്. മൂക്കുത്തി അവൻ കണ്ടില്ലേ എനിക്ക് മൂക്കുത്തി ഉണ്ടെന്നേ. അപ്പോൾ എനിക്ക് മൂക്കുത്തി ഉള്ള കാര്യമൊന്നും ആർക്കും അറിയത്തില്ല കേട്ടോ. ഞങ്ങളുടെ കൂടെ പഠിച്ച ചെറുക്കന്മാർ ചോദിക്കുന്നതായിട്ട്, നിനക്ക് മൂക്കുത്തി ഉണ്ടോടി? അപ്പോൾ നിൻ്റെ ഇടത് മൂക്കിനാണോ മൂക്ക് കുത്തിയേക്കുന്നേ, വലതിനാണോ? ഞാൻ പറയുന്നേരം വലതിനാണ്. വലതിനെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ നല്ലതാണ് വലതിന്. പക്ഷേ അബദ്ധം പറ്റി ഞാനാണെങ്കിൽ ഇടതിനാണ് മൂക്ക് കുത്തിയത് കേട്ടോ. വലതുവശമാണെങ്കിൽ നല്ലതാണെന്ന് പറയുന്നു. ഇനിയിപ്പം ഇപ്പുറത്തേതിൻ്റെ അകത്തും കൂടെ കിഴിച്ചിടല്ലേ. മൂക്കുത്തി ഇപ്പം എല്ലാവർക്കും ഒരു ഫാഷനാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ കഥയാണ് കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. മൂക്കുത്തിയുടെ കഥകളൊക്കെ ഒത്തിരി എനിക്ക് പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീൻ വെട്ടുമ്പോൾ നമുക്ക് കഥ പറയാം. എന്തായാലും ഇത് ഞാനൊന്ന് വീട്ടിൽ കൊണ്ടുവരട്ടെ. ഇത് നമുക്ക് ഓരോ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ ഒരു 3, 4, 5, 6, 7, 8, 9, 10, 15 പ്രാവശ്യം നമ്മളിങ്ങനെ അങ്ങോട്ട് വരയ്ക്കണം കേട്ടോ. അപ്പോഴുണ്ടല്ലോ നമ്മുടെ മീനകത്തുനിന്ന് അഴുക്ക് വരുന്നത് ഞാൻ കാണിച്ചു തരാം.
അതിനാണ് നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് ഈ ഉപ്പ് പ്രയോഗം നടത്തുന്നത്. 15 കേട്ടോ, അഴുക്ക് പോകുന്നത് വരെയും നമുക്കിങ്ങനെ വരയ്ക്കാം. പക്ഷെ നല്ല വൃത്തിയായിട്ട് വരും നമ്മുടെ മീൻ കേട്ടോ. നിങ്ങൾക്ക് അതൊന്നും അറിയത്തില്ല, ഇതെല്ലാം ഇപ്പം ഞാൻ പറഞ്ഞു തരണം നിങ്ങളുടെ അടുത്ത്. മീനൊന്ന് കല്ലിക്കുമെന്ന് തോന്നുന്നു, ഇങ്ങനെ ഉപ്പിനകത്ത് എനിക്കങ്ങനെ തോന്നുന്നു കേട്ടോ, ഒന്ന് കല്ലിക്കുമെന്ന് തോന്നുന്നു. നല്ല ഫ്രഷ് മീനായിട്ട് വീഴുവാന്നേരെ. ഒഴിച്ചാൽ നമ്മൾ ഇച്ചിരി വെള്ളം ഇങ്ങോട്ടൊന്ന് ഒഴിക്കാം, കുറച്ച് മീൻ ഞാൻ കാണിക്കാം വ്യത്യാസം. കണ്ടപ്പോൾ എന്തോ ഒരു സുന്ദര കുട്ടപ്പം മീനായിരുന്നു. കണ്ടോ അഴുക്ക്, ഒരു കൊഴുപ്പും ഒക്കെ ഉണ്ട് ആ വെള്ളത്തിന്. കുറേ അഴുക്കുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു 3-4 പ്രാവശ്യം നമുക്ക് കഴുകി വൃത്തിയാക്കണം കേട്ടോ. നല്ല പച്ച മീൻ കേട്ടോ. നമ്മുടെ അമ്മയൊക്കെ ഇങ്ങനെയായിരുന്നു മീൻ കഴുകുന്നത്. ഇങ്ങനെ താടിച്ച് പാതപ്പിച്ച് മീൻ കഴുകുന്നത് വെച്ച് എന്തൊരു സൂപ്പറായിട്ടാണെന്നറിയാമോ മീൻ കഴുകുന്നേ. പിന്നെ നമ്മൾ മിന്നാമിന്നിയാക്കി കേട്ടോ. അപ്പോഴേ വറക്കാനൊരു 3-4 ഞാൻ എടുത്തേ. ഇത്രയും നമുക്ക് കറിയും വയ്ക്കാം. നമ്മൾ സാമ്പാറിന് കലക്കിയൊക്കെ ചേർത്ത് കേട്ടോ. ഓ പൊന്നേ, സാമ്പാറിനകത്ത് ഞാനാണെങ്കിൽ നമ്മൾ മുളകും മല്ലിയും വറുത്തിട്ടേ സാമ്പാർ വയ്ക്കത്തുള്ളൂ കേട്ടോ. എനിക്ക് പിന്നെ ഇതിനകത്തായാലും കുഴപ്പമില്ല. ഞാനിങ്ങനെ മുളകും മല്ലിയും വേറെ ഒന്ന് വറുത്തിട്ടാണേ. നമുക്കിതിനകത്ത് തന്നെ മീനുള്ളത് ഈ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. അന്നേരം അതാണ് ഈ പാത്രം എടുത്തത്. നമ്മൾ ഷൂന്നൊന്ന് നമ്മൾ കടുവറത്തു. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മീൻ പറക്കിയിടാം. വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്ന് പറക്കിയിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ എനിക്ക് നമ്മുടെ മൊബൈൽ ഇങ്ങനെ എടുത്ത് വയ്ക്കുന്ന ഭയങ്കര പേടിയായിട്ടോ. അതുകൊണ്ടാണ് ചില സമയത്ത് കട്ടൊക്കെ ചെയ്യുന്നത് നമ്മളെ. അപ്പോൾ ഇന്നലെ നമ്മൾ ഉത്സവത്തിനൊക്കെ പോയല്ലോ, ഒത്തിരി കുപ്പികളെയൊക്കെ വാങ്ങിച്ചു കേട്ടോ. നമുക്കില്ലാത്ത കളറൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ. 40 രൂപ കേട്ടോ, ഒരു സെറ്റിന് 40 രൂപ. കുപ്പികളൊക്കെ ഭയങ്കര വില കേട്ടോ. അപ്പോഴവനെ നമ്മൾ പറക്കിയിട്ടു. ചൂടാണോയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയപ്പം തീയാണെന്നല്ലേ. അപ്പോൾ എൻ്റെ പൊന്നേ, നിങ്ങളിത് കണ്ടോ, തീ പറക്കുവാണ്. ഞാനിവിടെ അതേ തുണിയൊക്കെ പറക്കിയിടാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു കാറ്റടിച്ചാൽ മതി, ഇത് നമുക്ക് ഉണങ്ങി കിട്ടും കേട്ടോ. പപ്പയുടെയും മോൻ്റെയും തുണി കഴുകാനുണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, പ്രത്യേകിച്ച് ഷീറ്റിൻ്റെ കീഴത്താകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും. എൻ്റെ പൊന്നെ, എന്തോ വെയില കണ്ടോ. ചിന്നുവേ ആ ചിന്നുവേ ആ കുഞ്ഞ് എവിടെ പോയതായിരുന്നു? ചിന്നു എവിടെ പോയതായിരുന്നു? ചിന്നുവേ ആ കുഞ്ഞ് എവിടെ പോയതായിരുന്നു? ആ ആ ആ കൂട്ടില്ല, ഞാൻ കൂട്ടില്ല. പേനായോടി ദേഹത്തെല്ലാം? എൻ്റെ ദേഹത്തെല്ലാം പേനായെന്ന് തോന്നുന്നല്ലോ. എല്ലാം കേട്ടോ, എല്ലാം പറയുന്നതെല്ലാം സത്യ. കള്ളിപ്പൊടി